പോലെ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പത്രങ്ങളിലും വലിയ വാർത്തയായി വന്നു. ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യയുടെ നേവി ഓഫീസർ ക്യാപ്റ്റൻ ശിവകുമാർ, ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നയാള് നേവിയിൽ വരുമ്പോൾ ഫുൾ കേണൽ എന്ന് പറയുന്ന ആർമിയുടെ അതുമായിട്ടാണ് അത് താരതമ്യം ചെയ്യുന്നത്. അത് ഒരേപോലെ റാങ്കാണ്. അദ്ദേഹം ഡിഫൻസിൻ്റെ അറ്റാച്ചയാണ്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ ഒരു 2 ആഴ്ച മുമ്പ് ഒരു കോൺഫറൻസ് നടന്നു. സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജി അങ്ങനെ ഇഷ്യൂ ഒക്കെ ആയിരുന്നു. ഏകദേശം 35ഓളം മിനിറ്റ് നീണ്ടു നിന്ന ആ സംഭാഷണത്തിൽ, ആ സെമിനാറിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം. അതിൻ്റെ അകത്ത് എയർക്രാഫ്റ്റ് പോയത് അഡ്മിറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് പോയി, എത്ര എണ്ണം പോയി എന്നതിനെപ്പറ്റി തൽക്കാലം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം കൂടുതൽ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഏറ്റവും ക്ലാരിറ്റി കൊടുത്തൊരു സംഭവമുണ്ട്. അതായത് ഡേ 1 ഓൺവേർഡ്സ് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എടുത്തു ചാടി ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യം. സൈന്യത്തിന് ഗവൺമെന്റ് പറയുന്നു ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാപ്റ്റൻ ശിവകുമാർ നേരെ തിരിച്ചാ പറയുന്നത്. ഏതായാലും അദ്ദേഹം സെർവിങ് ഓഫീസറാണ്. അതായത് ഡിഫൻസിൻ്റെ അറ്റാച്ച് ആയിട്ട് ഒരു എംബസിയിൽ പോകുന്നത്, ഇന്ത്യൻ എംബസിയിൽ പോകുന്നയാള് ശരിക്കും ക്ലാരിറ്റി ഉള്ള മനുഷ്യനാണ്, അതേപോലെ കേപ്പബിലിറ്റി ഉള്ള ആളാണ്. ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്.